അതിൽ കേരളത്തിൽ കേരളയിലൊക്കെ വന്ന സമയത്ത് വളരെ വലിയ പ്രതിഷേധപ്പെടുത്തിയ ആളുകളാണ് പ്രതിപക്ഷം എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് എന്ന് പറയുന്നത്, UDF എന്ന് പറയുന്നത്. രാജ്യത്താകമാനം പ്രതിപക്ഷം എന്ന് പറയുന്നതും കോൺഗ്രസ് തന്നെയാണ്. എവിടെ ഏതൊരു പ്രവർത്തനം നടക്കുന്ന സമയത്തും അതിനെതിരായിക്കൊണ്ട് ശബ്ദമുയർത്തുകയും ഒരു പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം പലപ്പോഴായിട്ട് പറയുകയും ചെയ്യുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സർവ്വസമ്മതനായ നേതാവ്. പക്ഷെ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിലൊന്നും മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന നിലപാടും. ഇപ്പോൾ തമിഴ്നാട്ടിൽ മുമ്പ് ഒരു കുട്ടിയെ ഒരു ബുദ്ധിമുട്ടിൽ ഒരു റേപ്പ് ചെയ്തൊരു കേസ് ഉണ്ടായിരുന്നു. അത് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഒരാളുടെ സ്റ്റേറ്റ് ആയതുകൊണ്ട് ഒരക്ഷരം ആരും മിണ്ടിയില്ല എന്നൊരു കാര്യം കൂടെ വലിയ വിധത്തിൽ വിമർശനമായിട്ട് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതുപോലെ തന്നെയാണ് തെലങ്കാന ഭരിക്കുന്നത്. ഇപ്പോൾ ആരാണ്? കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ എന്താണ് ഈ പറയുന്ന പോലെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള 400 ഏക്കറോളം സ്ഥലത്തുള്ള വനഭൂമി, അല്ലെങ്കിൽ വനമെന്ന് പറയാൻ പറ്റില്ല, എന്താണ് ഈ മരങ്ങളും അതുപോലെ തന്നെ അപൂർവ ഇനം സസ്യങ്ങളും ഒക്കെ ഉള്ള ഒരു ആവാസ വ്യവസ്ഥയാണത്. അത് ഈ വികസനത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അവിടെ എന്താണ് ഇടിച്ചു നിരത്തുന്ന, വെട്ടിമുറിക്കുന്ന ഒരു നടപടി അവിടെ എടുത്തു. അതും ഈ പറയുന്നത് പോലെ കോടതി അവധിയായിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു നടപടിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയത്. അതായത് ഒരു തരത്തിലും കോടതിയിൽ പോയിട്ട് പോലും ഇതിനെതിരായിക്കൊണ്ട് സ്റ്റേ വാങ്ങരുത് എന്ന ഉദ്ദേശം, ഒരു ദുഷ്ടലാക്ക് സർക്കാരിന് അതിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുന്ന സംസ്ഥാന സർക്കാരിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും ധ്രുവ് റാത്തി വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഒരു എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതായത് നിരന്തരമായി BJPക്കെതിരെ പറഞ്ഞുകൊണ്ട് പ്രശസ്തനായ ആളാണ് ധ്രുവ് റാത്തി. അദ്ദേഹത്തെ എടുത്ത് മുകളിൽ വെക്കാറുമുണ്ട് കോൺഗ്രസ്സുകാർ. ഇപ്പോൾ ധ്രുവ് റാത്തി ഇത്തരത്തിലൊരു കാര്യത്തിനെതിരെ പ്രതികരിച്ചിരിക്കുന്നു. പക്ഷേ അത് കോൺഗ്രസ്സുകാർ കണ്ട മട്ടില്ല എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും വികസനമൊക്കെ വളരെ നല്ലതാണ്, പക്ഷെ അത് ഇങ്ങനെ വേണോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും. കാരണം ധ്രുവ് റാത്തിയെ പറ്റി നമ്മൾ കൂടുതലായിട്ട് അറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 തന്നെ ഇലക്ഷൻ ടൈമിലായിരുന്നു. ലോക്സഭ ആ ഒരു ഇലക്ഷൻ ടൈമിലേക്കാണ് ഇദ്ദേഹത്തിന്റെ പോസ്റ്റുകളൊക്കെ വളരെയധികം വൈറലാകപ്പെടുകയും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാരാണ് അദ്ദേഹത്തിന്റെ വീഡിയോസ് കാണുകയും അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് കണ്ടന്റുകൾ എഴുതുകയും ലേഖനങ്ങളാണെങ്കിലൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനത്തെ എക്സലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പോൾ ഇദ്ദേഹം പ്രതികരിക്കുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തുമെന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ തെലങ്കാനയിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്നും പറഞ്ഞും ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പകരം റിപ്പോർട്ട് ചെയ്തത് ധ്രുവ് റാത്തി എക്സിൽ ഷെയർ ചെയ്ത പോസ്റ്റിനോടൊപ്പമാണ് പല വാർത്തകളും വന്നിട്ടുള്ളത്. അപ്പോൾ തെലങ്കാനയിൽ ഭരിക്കുന്നത് നമുക്കറിയാം കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അപ്പോൾ 400 ഏക്കർ എന്ന് പറയുന്നത് ഈ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയോട് ചേർന്ന് കിടക്കുന്നതാണ് ഈ ഒരു 400 ഏക്കർ. അവിടെ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് ആവാസ വ്യവസ്ഥയുടെ ഒരു കൂട്ടം തന്നെയെന്ന് നമുക്ക് പറയാൻ പറ്റും. അവിടെ അപൂർവ ഇനം സസ്യങ്ങളുണ്ട്, അപൂർവ ഇനം പക്ഷികളുണ്ട്, മരങ്ങളുണ്ട്, നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ കാലങ്ങളോളം വർഷങ്ങളോളം പഴക്കമുള്ള അപൂർവ ഇനം മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ കാട് അല്ലെങ്കിൽ ഈ ഒരു 400 ഏക്കർ എന്ന് പറയുന്നത് തന്നെ. അപ്പൊ അവിടേക്ക് ഇങ്ങനെ ഒരു വികസനം കൊണ്ടുവരുമ്പോൾ തന്നെ തെലങ്കാന സർക്കാർ പറയുന്നത് അവിടെ ഒരു IT പാർക്ക് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥലം നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ IT പാർക്ക് വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പറയുന്ന ഒരു കാര്യമാണല്ലോ, ഈ കൂടുതൽ ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ആ ഒരു തെലങ്കാനയുടെ തന്നെ വികസനത്തിന് വേണ്ടിയിട്ടായിരിക്കാം അവിടെ ഒരു IT പാർക്ക് സ്ഥാപിക്കപ്പെടുന്നതെന്ന് പറയുന്നത്. പക്ഷേ എല്ലാതര വികസനവും, പക്ഷെ വികസനത്തിന് ഒരു രാജ്യവും ഒരിക്കലും എതിർപ്പ് പ്രകടിപ്പിക്കാറില്ല. കാരണം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് മുന്നോട്ട് പോകാനാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളത്. അപ്പൊ ഇതേപോലെ IT പാർക്കുകളാണെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ഥലങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യണമെന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. എല്ലാവരുടെയും ഒരു പത്രികകളൊക്കെ രാഷ്ട്രീയപരമായിട്ട് ഇലക്ഷൻ പത്രികകളൊക്കെ എടുക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള നിരവധി വികസന പദ്ധതികൾ തന്നെയായിരിക്കും കൊണ്ടുവരുന്നത്. പക്ഷെ ഇതിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് വികസനം കൊണ്ടുവരുമ്പോൾ സുസ്ഥിര വികസനമായിരിക്കണം. അവിടെ ഉണ്ടാവുന്ന ആവാസ വ്യവസ്ഥയെ തച്ചുടച്ചുകൊണ്ട് ഒരു വികസനത്തിനെയും നമ്മളുടെ രാജ്യമാണെങ്കിൽ ഒരു രാജ്യവുമാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ സർക്കാർ ഭയങ്കര അതിബുദ്ധിയുള്ള ആൾക്കാരാണ്. 400 ഏക്കറാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതിനോടൊപ്പം ചേർന്നിരിക്കുന്ന ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയാണ്. അവിടുത്തെ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റുഡൻസ് അതേപോലെ ഈ പരിസ്ഥിതി സ്നേഹികളാണെങ്കിലും എല്ലാവരും ഇതിനെതിരെ നല്ല രീതിയിൽ പ്രതിഷേധങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്തു. ഓക്കെ, പ്രതിഷേധങ്ങൾ കൊണ്ടുവരുമ്പോൾ നേരെ എന്തായിരിക്കും ഉണ്ടാവുന്നത്? ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്ന് ഒരാൾക്ക് പ്രതിഷേധം ഉണ്ടെങ്കിൽ കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പദ്ധതി സ്റ്റോപ്പ് ചെയ്യിക്കും, സ്റ്റേ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ കൃത്യമായി അറിയാവുന്ന സർക്കാർ ചെയ്തത് കോടതി അവധിയുള്ള ദിവസങ്ങൾ ഏതാണോ ആ 4 ദിവസം അവധി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു രീതിയിലും കോടതിയെ സമീപിക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ചങ്ങ് നിരത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നു 10,000 തൊട്ട് 15,000 വരെ കോടിയോളം നമുക്ക് ഇങ്ങോട്ട് ലാഭം ഉണ്ടാവുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. നമുക്കവിടെ ജീവൻ ഉണ്ടെങ്കിലല്ലേ ഈ ഒരു പദ്ധതി കൊണ്ട് ആൾക്കാർക്ക് അവിടെ ഉപയോഗം ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും അത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം മാത്രമല്ല ഞാൻ പറയുന്നത് നിലപാടുകൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ എപ്പോഴും എന്താണ് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ്.
ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വന്നത് CPM കഴിഞ്ഞ നിയമസഭയല്ല, അതിൻ്റെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങുന്ന സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന സമയത്ത് ബാറുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമായിരുന്നു. ആ ബാറുമായി ബന്ധപ്പെട്ട് വിവാദം വരുന്നപ്പോൾ ബാർ നിരോധിക്കാൻ പോകുന്നു. അത് ഘട്ടം ഘട്ടമായി ബാറുകൾ കുറയ്ക്കുക, അതിനുശേഷം ബീവറേജുകൾ കുറച്ച് മദ്യം നിരോധനം ഏർപ്പെടുത്തുക എന്നതായിരുന്നു ഉദ്ദേശം. അതെ, സർക്കാരിനെതിരെ നല്ല രീതിയിൽ അവര് പ്രകടനം നടത്തി അല്ലെങ്കിൽ പ്രതിഷേധം നടത്തിയതും ആ ഒരു ഇലക്ഷൻ സമയത്തുള്ള പ്രചരണവും എപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷെ അത് ഞാൻ കാണുന്നത് വളരെ നല്ല ഒരു നടപടിയായിട്ടായിരുന്നു. കാരണം അത് സമ്പൂർണ്ണമായി നടപ്പിലാക്കുകയായിരുന്നെങ്കിൽ കേരളത്തിൽ ഈ പറയുന്ന മദ്യം കിട്ടാത്ത അവസ്ഥയിലേക്ക് വരികയും എല്ലാ ആളുകളും ഒന്ന് വാറ്റി കുടിക്കാനും നിൽക്കില്ല എന്നുള്ളൊരു സത്യവുമുണ്ട്. അത് പിന്നെ ഈ പറയുന്ന പോലെ എക്സൈസിനൊക്കെ നടപടിയെടുത്താൽ എത്രയോ അധികം കുടുംബങ്ങൾ രക്ഷപ്പെടുമായിരുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ നമ്മുടെ വരുമാനത്തിന് ഒരു രക്ഷയുമില്ല എന്നുള്ളൊരു അവസ്ഥയുമുണ്ട്. അതുപോലെ തന്നെ ബാർ മുതലാളിമാരുടെ ഇംഗിതങ്ങൾ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് മുകളിൽ കോൺഗ്രസ് പാർട്ടികൾക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു പരസ്യമാണ്, എന്താണ്, ഇടതുപക്ഷം വരികയാണെങ്കിൽ ബാറുകൾ തിരികെ കൊണ്ടുവരുമെന്നൊരു പ്രചാരണം വന്നു. ആ സമയത്ത് KPS ലളിതയും അതുപോലെ മരിച്ചുപോയ രണ്ടുപേരും മരിച്ചുപോയി, ഇന്നസെന്റിനെയൊക്കെ വെച്ചൊരു പരസ്യം ചെയ്തു. ഈ പറയുന്ന LDF സർക്കാർ വരികയാണെങ്കിൽ മദ്യലഭ്യത കുറയ്ക്കും, മദ്യം ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരും എന്നാണ് അവർ പരസ്യം കൊടുത്തത്. പക്ഷേ അധികാരത്തിൽ കയറിയ ഇടതുമുന്നണി ചെയ്തത് എന്താണ്? ബാറുകൾ, ഇപ്പോൾ ഉള്ള ബാറുകൾ കുത്തനെ കൂട്ടി, ബീവറേജുകൾ കുത്തനെ കൂട്ടി, പൂട്ടിയ ബാറുകളെല്ലാം തുറന്നു. അതിന് മേലെ എക്സ്ട്രാ ബാറുകൾ തുറക്കുകയും അവർക്ക് 5 സ്റ്റാർ ലെവലിലേക്ക് കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്തു. എന്താണ്, ഇപ്പം ബീവറേജിൽ 10 മണി വരെയാണ് ടൈം ഉള്ളതെങ്കിൽ ആ അവസാനത്തെ ക്യൂലുള്ള ആളുകൾക്കും വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് എന്ന് പറയുന്ന പോലെ അവസാനത്തെ ക്യൂലുള്ള ആളുകൾക്ക് മദ്യം കൊടുക്കണമെന്ന നിയമം വരെ കൊണ്ടുവന്നു. ഈ തരത്തിൽ, അതായത് പറയുന്നതൊന്ന് ചെയ്യുന്നത് വേറൊന്ന് എന്ന നിലപാടുണ്ടല്ലോ, ഇതേ നിലപാടാണ് ഇപ്പോൾ തെലങ്കാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഇവർ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ എന്ത് പറയും? പരിസ്ഥിതി വികസനം, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം പറയും. എന്നിട്ട് പറയും ഈ വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ആരും എതിരല്ല, പക്ഷെ പരിസ്ഥിതിയെ അട്ടിമറിച്ചുകൊണ്ടാവരുത് വികസനങ്ങൾ എന്ന് പറയും. ഇപ്പോൾ വയനാട്ടിൽ വലിയ ദുരന്തം വന്ന സമയത്തും കോൺഗ്രസ് നേതാക്കന്മാർ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടുത്തെ ക്വാറി മാഫിയയെ പറ്റി, ഇവിടുത്തെ മലയിടിക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെയായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളൊന്നും തന്നെ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തുണ്ടാവുന്നു എന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ ഇടതുപക്ഷം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നേരെ തിരിച്ച് ഇവിടെ കോൺഗ്രസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഈ CPM സമരത്തിനിറങ്ങും, ഇതുമായി ബന്ധപ്പെട്ട് സമരത്തിനിറങ്ങും. ഇങ്ങനെയാണ് കേരളത്തിലെ പാർട്ടിയുടെ, ഇപ്പോൾ മീൻസ് കോൺഗ്രസോ CPMൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, BJP ആയാലും അങ്ങനെയൊക്കെ തന്നെയാണ്. BJP ഇപ്പോൾ പ്രതിപക്ഷത്താണെങ്കിൽ ഇപ്പം കോൺഗ്രസ് ആണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ ഏത് വലിയ സമരം ഉണ്ടാവും? പല സമരങ്ങളുണ്ടാവും. അത് ഒക്കെ രാഷ്ട്രീയമാണ്, പൊളിറ്റിക്സ് ആണ് ഇക്കാര്യങ്ങളൊക്കെ. ഒരു നിലവാരവുമില്ലാത്ത രീതിയിലേക്ക് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ സൂചന കൂടിയാണ്. കാരണം 400 ഏക്കറിലുള്ള ഒരു കാടും അതുപോലെ തന്നെ മരങ്ങളും ഈ മാനും പെരുമ്പാമ്പും മുയലും അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥ അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ചിട്ട് മാത്രമേ ഇവർക്ക് അവിടെ ഒരു IT പാർക്ക് കൊണ്ടുവരാൻ കഴിയൂ എന്നുള്ളതാണെങ്കിൽ ശരി, ഞങ്ങളുടെ നിലപാട് ഇതാണ്. മറ്റ് സ്ഥലങ്ങളില്ലാഞ്ഞിട്ടായിരിക്കും ഈ ഒരു 400 ഏക്കർ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആവാസ വ്യവസ്ഥ എന്നൊക്കെ പറയുന്നത് പലരും നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ അവർ അത്രയും ഈ ആമസോൺ കാടുകളിൽ തന്നെ ഇടയ്ക്ക് തീപിടുത്തം ഉണ്ടായപ്പോൾ എല്ലാ ലോകരാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് ഒരു തീയണയ്ക്കാനൊക്കെ നിൽക്കുന്ന ഒരു സമയമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു 2-3 വർഷം മുമ്പാണ് അത് നടന്നത്. അന്ന് ബ്രിട്ടൻ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും എന്തുവേണ്ടി ഫോഴ്സസ് ആണ് അവിടെ ഒരു തീ അണയ്ക്കാൻ. കാരണം അപ്പോഴൊക്കെ ഈ WHO ആണെങ്കിൽ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ആവാസ വ്യവസ്ഥയെ പറ്റിയും അല്ലെങ്കിൽ ഈ ഒരു ഭയങ്കര ചർച്ചകളൊക്കെ നടന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് എടുത്ത ഒരു തീരുമാനം എന്ന രീതിയിൽ വികസനങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷേ അവിടെ സുസ്ഥിര വികസനമായിരിക്കണം. ഇത്തരത്തിലുള്ള ഒരു ആവാസ വ്യവസ്ഥയും എന്ന് വെച്ചാൽ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് ഒരു വികസനവും അവിടെ സാധ്യമാക്കാൻ പറ്റില്ല. കാരണം ആ ഒരു വികസനം സാധ്യമാക്കും, നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാരൊക്കെ ജീവനോടെ ഇരുന്ന് അല്ലെങ്കിൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് പറ്റുള്ളൂ. ഈ ഡൽഹിയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എല്ലാ വർഷവും കാണുന്ന ഒരു കാര്യമാണ് ഡൽഹിയിലെ പ്രശ്നം, അല്ലെങ്കിൽ പൊല്യൂഷൻ, ശുദ്ധവായു കിട്ടാനില്ല. അതെ, ഇടയ്ക്ക് ഭയങ്കര തീവ്രമായ ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. ഓക്സിജൻ ബാഗുമായിട്ടൊക്കെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതിൻ്റെയൊക്കെ ചിത്രം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ആണെങ്കിൽ കണ്ടൊരു സാധനമാണ്. അപ്പോഴൊക്കെ എന്ന് പറയുന്നത് അതങ്ങ് ഡൽഹിയിലല്ലേ, അല്ലെങ്കിൽ ഇത് നമ്മളെയൊന്നും ബാധിക്കുന്നില്ലല്ലോ, നമുക്കൊരു പുതിയ ഒരു രീതിയിലേക്ക്. പക്ഷെ ഇത് എല്ലാ വർഷവും ഡൽഹിയിലൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് ഡൽഹിയിൽ ഉണ്ടാവുന്ന പൊല്യൂഷൻ കൊണ്ടാണോ അവർക്ക് അത്ര ഒരു പ്രശ്നം ഉണ്ടാവുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, അതിന്റെ കാരണം മറ്റൊന്നാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഹരിയാന ഉൾപ്പെടെ പഞ്ചാബ് ഉൾപ്പെടെയുള്ള വായുമലിനീകരണങ്ങളുടെ പിന്നെ എന്താണ് കർഷകർ അവിടെ ഗോതമ്പ് കറ്റ തീയിടുന്നതിന്റെ കാറ്റ് അങ്ങോട്ടടിച്ചിട്ട് അവിടെ വായു മലിനീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത്, ഒന്ന് ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതും, 2 ഡൽഹിയിലും പരിസര പ്രദേശത്തും കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, കൂടുതൽ ശുദ്ധവായു ഉണ്ടാകുന്ന മലിനീകരണം തടയുന്ന സസ്യങ്ങൾ പിടിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രതിവിധി. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഭയങ്കര വികാരതീതമായി എല്ലാവരും ഡൽഹിയെ ഓർക്കുകയും അല്ലെങ്കിൽ ഡൽഹിക്ക് വേണ്ടി ലേഖനങ്ങൾ എഴുതുകയും ആർട്ടിക്കിൾസ് ഒക്കെ എഴുതുകയും ചെയ്യുന്ന ആൾക്കാരാണ്, ഘോരം പ്രസംഗിക്കുന്ന ആൾക്കാരാണ്. അവിടെ ആം ആദ്മി കുറേ നാൾ പഠിച്ചല്ലെങ്കിൽ അതിന് മുമ്പ്
കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണെങ്കിലും ഓപ്പോസിറ്റ് ആരാണെങ്കിലും അപ്പോഴും ഡൽഹിയുടെ പ്രശ്നത്തെ, പരിസ്ഥിതി പ്രശ്നത്തെ പറ്റി പറയും. ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ ഒരു ഇലക്ഷൻ നടന്നപ്പോഴാണെങ്കിലും ഇപ്പോഴും എടുത്ത് കാണിക്കുന്നത് ഡൽഹിയുടെ പരിസ്ഥിതി പ്രശ്നത്തെ പറ്റി, അല്ലെങ്കിൽ യമുനാ നദി ചീത്തയാവുന്നതോ, അല്ലെങ്കിൽ ആ ഒരു പരിസ്ഥിതിപരമായിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതേപോലെ അവരവരുടെ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് തോന്നുന്ന രീതിയിൽ ഇടിച്ചു നിരത്തുക, അതേപോലെ തടയാൻ, അല്ലെങ്കിൽ നമുക്ക് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുക എന്ന് പറയുന്ന പോലെ പ്രതികരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രതികരിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ വെൽ പ്ലാൻഡ് ആയിട്ട് അവിടെ പോയി നമുക്ക് വേണ്ടത് ചെയ്തു വെക്കുക. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേയോ കോർട്ട് ഓർഡർ വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം നശിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് സ്റ്റേ വന്നിട്ട് എന്താ കാര്യം? ഇപ്പം യഥാർത്ഥത്തിൽ കോടതിയെയും ഭരണഘടനയെയും ഒക്കെ നോക്കുകുത്തിയാക്കുക, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ സർക്കാർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒരു കാര്യം. പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി പ്രതികരിക്കുക തന്നെ ചെയ്യണം, അല്ലാതെ വെറുതെ. രാഹുൽ ഗാന്ധിക്ക് എന്താ കാര്യം ഉപദ്രവിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം BJP എന്തെങ്കിലും ചെയ്താൽ മാത്രം വായ തുറക്കുന്ന പ്രത്യേക ഒരു മെന്റാലിറ്റിയാണ് രാഹുൽ ഗാന്ധിക്കും. എല്ലാ പാർട്ടികൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി കുറച്ചുകൂടെ ഐഡിയോളജിക്കലി സോഷ്യലിസ്റ്റ് ഐഡിയോളജി പിന്തുടരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എല്ലാ കാര്യത്തിലും എന്താണ് അദ്ദേഹം നിലപാട് പറയേണ്ടതാണ്. പക്ഷേ പലപ്പോഴും അദ്ദേഹം അത് പറയുന്നില്ല എന്നുള്ളിടത്താണ്. അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നിടത്ത് ചില മാറ്റങ്ങൾ വരുന്നു. ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അവിടെ ഇപ്പോൾ പല പ്രശ്നങ്ങൾ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ വികസന നയവുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ പ്രതിഷേധം വരുന്നിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ സർക്കാരുകളായി വരുന്ന സമയത്ത് ഇതെല്ലാം ജനങ്ങൾക്ക് എതിരായി മാറുകയും അല്ലാത്ത സമയത്ത് എന്താണ് ഈ വലിയ നയങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വലിയ കഷ്ടം തന്നെയാണ്. പക്ഷെ അതിലെനിക്കൊരു ആശ്വാസം തോന്നിയത് ഡൽഹിയിൽ ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ള മുഖ്യമന്ത്രി, അതായത് പുതിയ BJPയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഒരു വനിതയാണല്ലോ മുഖ്യമന്ത്രിയെ വന്നതിന് ശേഷം ഈ പറയുന്നത് പോലെ യമുന ശുചീകരിക്കാനുള്ള തീരുമാനമെടുക്കുകയും ഉടനടി നടപ്പിലാക്കുകയും ചെയ്തു. മാത്രമല്ല ഈ ഡൽഹിയിലെ ഈ പൊല്യൂഷൻ പിന്നെ മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് പൊല്യൂഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് വേണ്ടിയിട്ട് വലിയ ഒരു സംഖ്യ മാറ്റിവെക്കുകയും അവിടെ പുതിയ തരത്തിലുള്ള പ്രത്യേകം ഓക്സിജൻ പുറത്തുവിടുകയും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുന്ന തരത്തിലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു പദ്ധതി സർക്കാർ ആരംഭിച്ചു എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. അതൊരു പൊളിറ്റിക്കൽ ബേസ് പറഞ്ഞതല്ല. അത് ഏത് ഗവൺമെൻറ് ചെയ്താലും അത് നല്ലതാണ്. അത്തരം ചില ആശ്വാസങ്ങൾ മാത്രമാണ് പ്രകൃതിയുടെ കാര്യത്തിൽ നമുക്കുള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.